എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പനീർ ബട്ടർ മസാലയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലോട്ട് 1 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ നന്നായി ഒന്ന് മെൽട്ടായി വരണം. ബട്ടർ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 എടുത്തിട്ടുണ്ട്. വലുതായതുകൊണ്ട് ഞാൻ 1 എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മീഡിയം ആണെങ്കിൽ 2 സവാള നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അരിയാം. കാരണം ഇത് നമ്മൾ അരയ്ക്കാനാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സവാള അരിയാവുന്നതാണ്. നന്നായി ഫ്രൈ ചെയ്യണമെന്ന് ആവശ്യമില്ല. ഒന്ന് കണ്ണാടി പോലെ ഒന്ന് തെളിഞ്ഞു വന്നാലും മതിയാകും. പിന്നെ വേണ്ടത് 4 തക്കാളി ഞാൻ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വലുതാണെങ്കിൽ നിങ്ങൾക്ക് 3 എണ്ണം എടുത്താലും മതിയാകും. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, പിന്നെ നമുക്ക് 5 മുതൽ 6 എണ്ണം കശുവണ്ടി എടുത്തിട്ടുണ്ട്, കാഷ്യൂ നട്ട്സ്. ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തക്കാളി ഒന്ന് നന്നായി വെന്ത് വരണം. അതിനായിട്ട് നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു മിക്സി ജാറിലോട്ട് മാറ്റി ഇതിനെ നന്നായി അരച്ചെടുക്കണം. ഇതിവിടെ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി എങ്ങനെ മസാല ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഉരുകി വരട്ടെ. ബട്ടർ നന്നായി ഉരുകി വന്നതിന് ശേഷം അതിലോട്ട് 1 തുണ്ട് പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു എന്നിവ ചേർത്ത് കൊടുത്ത് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നാം മുമ്പേ അരച്ച് വെച്ച ആ മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ആ മിക്സി ജാറിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് അതിനെയും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ബട്ടറെല്ലാം എല്ലാ ഭാഗത്തും വരുന്നത് പോലെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് കുറച്ച് തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/2 ഗ്ലാസ് ആണെങ്കിലും മതിയാകും. പിന്നെ നമുക്കിതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3/4 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു 3/4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ കൂടുതൽ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ പുളിപ്പൊന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിനെ ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇതിവിടെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 7 മുതൽ 8 മിനിറ്റ് വരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയത്ത് സ്റ്റൗ സിമ്മിൽ വയ്ക്കാൻ മറക്കരുത്. ഇതിവിടെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പനീർ കട്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതിനെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് ഇതിനെ മൂടി വെച്ചൊന്ന് വേവിക്കണം. പനീർ പെട്ടെന്ന് തന്നെ വേകുന്നതാണ്. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. പനീർ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കസൂരി മെത്തി ഇതുപോലെ കയ്യിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കണം.
ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിട്ടാൽ ഒരു പ്രത്യേക മണമാണ് നമുക്ക് കിട്ടുന്നത്, അതുകൊണ്ടാണ് നമ്മളിത് ഇടുന്നത്. എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അവസാനമായി വേണ്ടത്, എല്ലാവരും ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ അതിന് പകരമായിട്ട് 4-5 കശുവണ്ടി ഞാൻ 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അതിനെ മിക്സി ജാറിലോട്ട് മാറ്റി ഒന്ന് അരച്ചെടുത്തതാണിത്. നമുക്കതിനെ ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മസാല നല്ലൊരു ക്രീമി ആയിട്ട് നമുക്ക് കിട്ടും. അതിനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിത്തഴ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് 4 മുതൽ 5 പേർക്ക് ധാരാളമായി കഴിക്കാവുന്നതാണ്. ഇത് ചപ്പാത്തി, നാൻ, പൊറോട്ട അതിൻ്റെ കൂടെ എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. ഇതെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്